ഹായ്, ദാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും ഓർത്തില്ല, ഇപ്പോഴാണ് ഓർത്തെ. അപ്പോൾ അതുകൊണ്ട് എന്ന് സാമ്പാറില്ലേ വെക്കുന്നത്, എന്ത് വീഡിയോ കാണിക്കാനല്ലേ. ശരിക്കും സാമ്പാർ കൂട്ട് കണ്ടപ്പോൾ അങ്ങ് മേടിച്ചിട്ട് അരിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വെച്ചേക്കുന്നത് കണ്ടപ്പം ഒരാഗ്രഹം, എന്നാൽ സാമ്പാർ കൂട്ടി കളയാം. അപ്പം ഞാൻ ദോശമാവ് കൂടി മേടിച്ചു. അപ്പം നാളെ ഇഡ്ഡലി സാമ്പാറും. അപ്പം ദേ അതങ്ങനെ ഇട്ടു. ഈ അരിയലും പെറുക്കലും ഒക്കെ ഭയങ്കര പാടാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇത്രയും രാവിലെയും വൈകിട്ടും കൂട്ടാനുള്ള സാമ്പാർ കഷ്ണമുണ്ട്. അതിന് 40 രൂപ, വലിയ നഷ്ടമൊന്നുമില്ല. നോക്കി അരിഞ്ഞൊക്കെ വെച്ചേക്കണല്ലേ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. വിയർത്തൊഴുകി ചൂടുകൊണ്ടേ ഭയങ്കര ചൂടാ. അടുക്കള കയറിയ ഭയങ്കര ചൂടാ. ഇതിലൊഴിക്കാനൊന്നുമില്ല. നമുക്കിത് തോന്നി കടുക് പൊട്ടിച്ചതിൻ്റെ വേസ്റ്റാണ്. ഈ കടുക് പൊട്ടിക്കാത്ത കറിയെല്ലാം വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. കേരളീയർക്ക് കടുകില്ലാത്ത കറിയില്ലല്ലോ. എല്ലാത്തിലും കടുക് പൊട്ടി. എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കണം, ഈ അറ്റം മുതൽ ആ അറ്റം വരെ. കടുക് പൊട്ടിച്ച് തെറിച്ചേക്കെന്നാണ്. എന്താപ്പാ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടട്ടെ. കഷ്ണമൊന്നും വലിയ കാര്യമായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. മുരിങ്ങക്കോൽ ഉടയാതെ കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഇതാ മുരിങ്ങക്കോൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ എന്ത് മുരിങ്ങക്കോൽ ഉടഞ്ഞു പോകും. വെണ്ടയ്ക്ക മാത്രം ഉടഞ്ഞു പോയിട്ടുള്ളൂ, തക്കാളി ബാക്കിയൊക്കെ